NDAയുടെ ഭാഗമായത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണെന്ന് 2020 പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ്. മുന്നണി പ്രവേശനം സംബന്ധിച്ച് പാർട്ടിയിൽ നടന്ന ചർച്ചയിൽ 80% പേരും NDAയെ പിന്തുണച്ചു. തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുന്നതാണ് ഇടത് വലത് മുന്നണികളുടെ ന്യൂനപക്ഷ പ്രേമമെന്നും സാബു എം ജേക്കബ് വിമർശിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ലോകം വെറും പട്ടിണിപ്പാവങ്ങളായി കരുതിയിരുന്ന ഭാരതീയർ ഇന്ന് തലയുയർത്തി നിൽക്കുകയാണ്. വികസനത്തിനു വേണ്ടിയാണ് ജനങ്ങൾ വീണ്ടും വീണ്ടും NDAയെ അധികാരത്തിലേറ്റിയത്. അവർക്കൊപ്പമാണ് 2020 സഖ്യമുണ്ടാക്കിയത്, അല്ലാതെ കേരളം കട്ടുമുടിച്ചവർക്കൊപ്പമല്ല. BJPയുടെയും 2020യുടെയും വികസന കാഴ്ചപ്പാട് സമാനമാണ്. NDAയിലേക്കുള്ള 2020 പാർട്ടിയുടെ വഴിയും രാഷ്ട്രീയവും വ്യക്തമാക്കി പ്രസിഡന്റ് സാബു ജേക്കബ്. ഒരു പ്രാദേശികമായിട്ട് ഒരു പ്രദേശത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ദേശീയ തലത്തിലേക്ക് വളർന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്ന രീതിയിലേക്ക് വളർന്നു. ഈ ഒരു തീരുമാനത്തെ കാണുന്നത് കേരളത്തിൻ്റെ വികസനത്തിനുള്ള ഒരു കുതിപ്പായിട്ടാണത്. ഇന്ത്യ ഭരിക്കുന്ന 140 കോടി ജനങ്ങൾ ഒരു തവണയല്ല, തുടർച്ചയായിട്ട് 3-ാം തവണയും തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്, മോഡി സർക്കാർ, അതിനോടാണ് ഞങ്ങൾ സഖ്യം ചേർന്നിരിക്കുന്നത്. അല്ലാതെ ഈ കേരളം കട്ടുമുടിച്ച് നശിപ്പിച്ച് ഇന്നത്തെ സാഹചര്യമാക്കിയ ഇടതിനോടോ വലതിനോടോ അല്ല. മുന്നണി പ്രവേശനം സംബന്ധിച്ച് പാർട്ടിയിൽ ചർച്ച നടന്നിട്ടില്ല എന്ന വാദങ്ങളെ സാബു ജേക്കബ് തള്ളി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന കമ്മിറ്റിയിൽ ചർച്ച നടന്നു. ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായെങ്കിലും 80% പേരും NDAയെ പിന്തുണച്ചു. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായ ദുരനുഭവം അതിനുശേഷമുള്ള കമ്മിറ്റികളിൽ വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു. ഓരോരുത്തരുടെയും അഭിപ്രായം ചോദിച്ചു. എല്ലാ അംഗങ്ങളും അതിൽ അഭിപ്രായം രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞല്ലോ, 2-3 അംഗങ്ങൾ 2020 ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരണ്ട, LDFിൽ ചേരണമെന്ന് ഒരാൾ പോലും പറഞ്ഞില്ല. പിന്നെ മൂന്നാമത് നിന്നത് UDFിൻ്റെ കൂടെ കൂടുന്ന. പക്ഷേ ഏതാണ്ട് 80% ആളുകളും NDAയുടെ ഭാഗമാവണം എന്നുള്ള തീരുമാനമാണ് എടുത്തത്. അതിനുവേണ്ടി പാർട്ടി അധ്യക്ഷനെ അവർ തീരുമാനിച്ച് ചുമതലപ്പെടുത്തുകയും ചെയ്തു. മുന്നണിയിൽ ചേർന്നതിന് പിന്നിൽ സാമ്പത്തിക താൽപര്യങ്ങളാണെന്ന ശ്രീനിജൻ MLAയുടെ ആരോപണത്തിന് സാബു ജേക്കബിന്റെ മറുപടി: ആരെങ്കിലും മുന്നിൽ ഒരു പണം നീട്ടിക്കാണിച്ചാൽ ചാടി വീഴുന്ന ഒരാളായിട്ടാണോ സാബു ജേക്കബിനെ കണ്ടിരിക്കുന്നത്? കോടികളല്ല, ആയിരക്കണക്കിന് കോടികൾ വന്നു കഴിഞ്ഞാലും അത് കണ്ട് മനസ്സ് മാറുന്ന ഒരു വ്യക്തിയല്ല 2020യുടെ ആളുകൾ. ഞങ്ങൾ പണം ഈ നാടിന് വേണ്ടി ചിലവാക്കിയിട്ടുള്ളൂ. ഈ നാടിൽ നിന്ന് കട്ടുമുടിച്ച് കൊള്ളയടിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനേ പറ്റുള്ളൂ. കാരണം അവർ രാഷ്ട്രീയത്തിയിട്ട് വന്നിരിക്കുന്നത് കക്കാൻ വേണ്ടിയിട്ടാണ്, പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണത്, ഈ നാടിനെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്. അവരങ്ങനെയല്ലേ ചിന്തിക്കൂ. അതാ ദേശാഭിമാനി, പഴയ ദേശാഭിമാനി വായിച്ചാൽ അറിയാം പണം എന്താണ്, പണം ഉണ്ടാക്കിയത് ആരാണെന്നൊക്കെ. രാഷ്ട്രീയ തീരുമാനമെടുത്തപ്പോൾ ചിലർ പാർട്ടി വിട്ടുപോയിട്ടുണ്ടെങ്കിലും അതിനേക്കാളേറെ പേർ പാർട്ടിയിലേക്ക് എത്തുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ നടന്നിട്ടില്ല. തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുന്നതാണ് ഇടതു വലതു മുന്നണികളുടെ ന്യൂനപക്ഷ പ്രേമമെന്നും സാബു ജേക്കബ് വിമർശിച്ചു. ജനം, കൊച്ചി.